നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്താണ് ഇവിടെ നടക്കുന്നത്? ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര, ഫാന്റാസ്റ്റിക് ഫോർ, ആ നാൽവർ സംഘം ഫുട്ബോൾ ലോകത്ത് പിടിച്ചു കുലുക്കുന്ന കാഴ്ച. ഇതിനെ വെല്ലുന്നൊരു മുന്നേറ്റ നിര ഈ വേൾഡ് കപ്പിൽ വേറെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കിലിയൻ എംബാപ്പെ, ഒസ്മാൻ ഡംബലെ, മൈക്കൽ ഒലീസെ, അതുപോലെ ബർക്കോല, ഫാന്റാസ്റ്റിക് ഫോർ. അവരുടെ പെർഫോമൻസ് നോക്കണം. ഇപ്പം 4 കളികൾ കഴിയുമ്പോൾ കിലിയൻ എംബാപ്പയുടെ വക 6 ഗോളുകളും 2 അസിസ്റ്റും. 8 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഒസ്മാൻ ഡംബലെ 4 ഗോളുകളും 2 അസിസ്റ്റും, 6 ഗോൾ കോൺട്രിബ്യൂഷൻസ്. മൈക്കൽ ഒലീസെ 5 അസിസ്റ്റുകൾ, അത് റെക്കോർഡിലേക്കുള്ള പോക്കാണ്. ബ്രാഡ്ലി ബർക്കോള 2 ഗോളുകളും 1 അസിസ്റ്റും. അങ്ങ് പൊളിച്ചെടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഈ തിമിർത്താട്ടത്തിൽ എതിരാളികൾ ഒന്നൊന്നായിട്ട് അവരുടെ മുന്നിൽ വീഴുന്നു. ഈ വേൾഡ് കപ്പിൽ അവർ കളിച്ച 4 കളികളിലും അവർ 3 വീതം ഗോളുകൾ മിനിമം അടിച്ചു എന്നുള്ളതാണ്. ഒരു കളി 4 ഗോളും അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഏറ്റവും അധികം ഗോൾ അടിച്ച ടീം ഫ്രാൻസാണ്. 13 ഗോളുകളുമായിട്ട് അവർ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഏറ്റവും അധികം ഗോൾ അറ്റംപ്റ്റ് നടത്തിയില്ല, അവർ 2-ാമതാണ്. 73 ഗോൾ അറ്റംപ്റ്റ്സ് അവർ നടത്തി. ജർമ്മനിയാണ് 1-ാമത്. അത് പിന്നെ കുർസാവോക്കെതിരെയുള്ള കളിയുടെ ഫലമായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കണക്ക് നോക്കിയാൽ അക്കാര്യത്തിൽ ഫ്രാൻസ് നിലവിലുള്ളത് 4-ാമതാണ്. 7.86 എക്സ്പെക്റ്റഡ് ഗോൾസ്. സോ പൊളിച്ചെടുക്കുന്ന ഒരു മുന്നേറ്റ നിര, അതുണ്ടാക്കുന്ന റിസൾട്ട്, അതാണ് ഇപ്പോൾ ഫ്രാൻസിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നോക്കുക, ഇപ്പോൾ ഇവരിൽ ഓരോരുത്തരും പൊളിച്ചെടുക്കുകയാണല്ലോ. എംബാപ്പെ 6 ഗോളും 2 അസിസ്റ്റുമായിട്ട് ഇപ്പോൾ 8 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് അങ്ങനെ വിരാജിക്കുന്നു. അദ്ദേഹമാണ് ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഇനി ഒസ്മാൻ ഡംബലെ, കിലിയൻ എംബാപ്പെ സഖ്യം, അവർ വേൾഡ് കപ്പിൽ 6-ാമത്തെ ഗോളാണ്. അതായത് ആ സഖ്യത്തിലൂടെ പിറന്ന 6-ാമത്തെ ഗോളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അവർ മറികടന്നിരിക്കുന്നത് മുൻ പോളിഷ് ഡ്യുവോ ആയിട്ടുള്ള ആൻഡ്രേ സ്മാഷിനെയും അതുപോലെ ജോഗ ലാറ്റോയെയുമാണ്. 2 പേരെയും മറികടന്നു. അതുകൂടാതെ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ, മൈക്കൽ ബെല്ലാക് സഖ്യം അവരെയും മറികടന്നുകൊണ്ട് പുത്തൻ ചരിത്രം അവിടെ കുറിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒലീസയുടേതാണ്. മൈക്കൽ ഒലീസെ, അദ്ദേഹം ഇപ്പോൾ മറ്റേതൊരു പ്ലെയറും ഈ വേൾഡ് കപ്പിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 5 അസിസ്റ്റുകളായിട്ടുണ്ട്. ഇറാഖിനെതിരെ 2 അസിസ്റ്റുകൾ, സെനഗലിനെതിരെ 1 അസിസ്റ്റ്, സ്വീഡനെതിരെ 2 അസിസ്റ്റുകൾ. അതോടുകൂടി സംഭവിച്ചത് എന്താണെന്നറിയോ? വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 5-ലധികം അസിസ്റ്റുകൾ ഒറ്റ വേൾഡ് കപ്പിൽ കൊടുത്തിട്ടുള്ളവരുടെ ലിസ്റ്റിൽ അദ്ദേഹം മഹാരഥന്മാർക്കൊപ്പം ഇടം പിടിച്ചിരിക്കുന്നു. പെലെ മാത്രമാണ് ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള. 1970 പെലെ വേൾഡ് കപ്പിൽ 6 അസിസ്റ്റ് കൊടുത്തിരുന്നു. 2-ാമതാണ് ഇപ്പോൾ മൈക്കൽ ഒലീസെ, 5 അസിസ്റ്റ്. ഇനി വേൾഡ് കപ്പിൽ കളി കിടപ്പാണ്. ഒലീസെ പെലെയുടെ റെക്കോർഡ് മറികടന്ന അത്ഭുതമില്ല. മറ്റ് താരങ്ങളുള്ളത് റോബർട്ട് ഗഡോഷ, അതുപോലെ പിഴെ ലിറ്റ്ബാസ്കി, അതുപോലെ ഡിയേഗോ മറഡോണ, തോമസ് ആസ്ല എന്നിവരാണ് 5 അസിസ്റ്റുകളുമായിട്ട് ഇപ്പം മൈക്കൽ ഒലീസയ്ക്കൊപ്പമുള്ളത്. സോ അദ്ദേഹവും റെക്കോർഡിനടുത്തേക്ക് കുതിക്കുകയാണ്. ചുരുക്കത്തിൽ ഫ്രാൻസിൻ്റെ ഈ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ടല്ലോ, അത് വെടിച്ചിൽ മുന്നേറ്റ നിരയാണ്. എതിരാളികളുടെ ഡിഫൻസിനെ വെണ്ണയിൽ കത്തിച്ചാൽ എന്ന വണ്ണം അവർ കടന്നു കയറുന്നുണ്ട്. ശരിക്കും ഭയക്കണം ഫ്രാൻസിന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.